സത്യഭാമ പോലീസ് കണ്ണുമുമ്പിൽ കാത്തുനിൽക്കുന്നു എത്രയും പെട്ടെന്ന് കിളിമാനൂർ വലിക്കമണിൽ നിന്ന് വന്ന വിജയലക്ഷ്മിയെ കാത്ത് സത്യഭാമ പോലീസ് കണ്ണുമുമ്പിൽ കാത്തുനിൽക്കുന്നു എത്രയും പെട്ടെന്ന് എത്തിക്കുക. ആറ്റുകാരൻ വിളിച്ചാൽ പേരൊക്കെ എന്തോ നഷ്കാന്ന് പറയാൻ പേര്. ഒരു കല്യാണം ഒരു എൻഗേജ്മെൻ്റ് ആണെന്ന് തോന്നുന്നു. പോയി കുറച്ച് നീങ്ങിങ്ങോ. ഓക്കെ ഇല്ല. വീട്ടിൽ എൻ്റെ പേര് നന്ദി. ഒരു ചാനൽ തുടങ്ങണ്ടേ? നമ്മൾ അത്യുന്നതമായ ആശംസ ആറ്റുകാലമ്മേ അമ്മയ്ക്ക് 60 കോടി പ്രമാണം. പോരെ അവന്
ഇതിൻ്റെ അപ്പുറത്ത് ആളുണ്ട് പോയാൽ ഇതിൻ്റെ അപ്പുറത്ത് ആളുണ്ട്. ഞാനുണ്ട്, അമ്മയുണ്ട്, അമ്മയുണ്ട്, ഫ്രണ്ട് ഉണ്ട്. കഴിഞ്ഞ ദിവസം അമ്മയുടെ ഒരു ഡാൻസ് പ്രോഗ്രാമിന്റെ വീഡിയോ ഇട്ടിരുന്നല്ലോ, അതിന്റെയൊക്കെ ഒരു അനുഭവം എങ്ങനെ ഉണ്ടായിരുന്നു? അമ്മ കുറച്ച് നാളായിട്ട് ഡാൻസ് പഠിക്കുന്നുണ്ട്. അപ്പം ആദ്യമായിട്ടാണ് ആറ്റുകാല് അമ്പലത്തിൽ കളിക്കാൻ അവർക്ക് ഒരു അവസരം കിട്ടിയത്. അപ്പം 3-4 ദിവസം മുന്നേ ആയിരുന്നു. നന്നായിട്ട് നാട്യമന്ത്ര എന്ന് പറയുന്ന ഒരു സ്കൂളിലായിരുന്നു പഠിക്കുന്നത്. അവിടെ അവരുടെ പെർഫോമൻസ് ഉണ്ടായിരുന്നു. ഇതിപ്പോ ആദ്യമായിട്ടാണോ വന്നത്? അല്ലല്ല, നമ്മളിത് 19 ആദ്യത്തെ തവണ എപ്പോഴായിരുന്നു? അത് ഞാൻ ചെറുതായിരുന്നു. അമ്മയാട്ടോ അമ്മയുടെ കൂടെ വന്നുള്ള എക്സ്പീരിയൻസ്. അപ്പോഴത്തെ പൊങ്കാല ഇടുന്നത് ഓർമ്മയുണ്ടോ? ഞാൻ 5ാം ക്ലാസ് പഠിക്കുമ്പോൾ ട്രിവാൻഡ്രത്തോട്ട് വരുന്നത്. ആ കൊല്ലം മുതൽ നമ്മൾ ആറ്റുകാൽ പൊങ്കാല ഇടുന്നുണ്ട്. എങ്ങനെയുണ്ട് ഓരോ കൊല്ലം വർഷം കൂടുന്നവരും ഇങ്ങനെ എന്താണ് തോന്നുന്നത്? നമുക്ക് എല്ലാ വർഷവും ഇടാൻ പറ്റും, പ്രത്യേകിച്ച് പെണ്ണുങ്ങളല്ലേ, നമുക്ക് എല്ലാ കൊല്ലം ഇടാൻ പറ്റും എന്നുള്ളത് ഡൗട്ടായിരുന്നു. ഈ വർഷം ഞങ്ങൾക്ക് ഭയങ്കര ഡൗട്ടായിരുന്നു. പക്ഷെ കൺസെപ്റ്റ് ഇല്ലാണ്ട് ഈ കൊല്ലം ഇടാൻ ദേവി അനുഗ്രഹിച്ചു. ആഗ്രഹങ്ങൾ മനസ്സിലുണ്ടോ ഈ പ്രാവശ്യം ഇടുമ്പോൾ? ആഗ്രഹമുണ്ട്, നടക്കട്ടെ, നമുക്ക് തരട്ടെ ദേവി. പറയും. തീർച്ചയായിട്ടും പറയും. താങ്ക് യു. പുതിയ പ്രൊജക്റ്റുകളൊക്കെ? പുതിയ പ്രോജക്റ്റ് കൗമുദിയിൽ ഒന്ന് വരുന്നുണ്ട്. മിലേനിയത്തിൻ്റെ യൂട്യൂബ് ചാനൽ പുതിയ വർക്ക് വരുന്നുണ്ട്. താങ്ക് യു. എവിടെ നിന്ന് തിരിയാൻ ഇടുന്നില്ല കേട്ടോ. എന്തോ അവൾക്ക് വേറെ ഷൂട്ടൊന്നും കാണില്ല. അറിയത്തില്ല. ചേട്ടാ ഫ്രണ്ട് കൊണ്ട് വെക്കാൻ ചേട്ടാ. സൂക്ഷിച്ചു. ഞാനൊരു 10-30 വർഷം കഴിഞ്ഞു. എന്താ ഇതാണ് ഇവിടെ മാറ്റി ആദ്യം കലാന്ന് പറയുന്നത്. നിന്റെ എല്ലാവരുടെയാണോ കല? ഇങ്ങോട്ട് ഉത്സവം തുടങ്ങുമ്പോൾ മുതൽ ഇങ്ങോട്ട് വരണം എന്നുള്ള ആഗ്രഹം മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഇല്ല, ഞാൻ ഇപ്പോൾ 3ാമത്തെ ദിവസമായിരുന്നു, ഷൂട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് 11-ാം തീയതി മുതൽ ഇവിടെയുണ്ട്. എന്തുപോലെ അതിൻ്റെ ഒരുക്കങ്ങൾ എങ്ങനെയൊക്കെയായിരുന്നു? ഹലോ സംസാരിക്കും. ഹലോ. ഓ ശരി ശരി ശരി. വാ ചേച്ചി വരും. അവൾ 2 വീലർ വരും. ഞാൻ രാവിലെ ഇങ്ങ് പോകുന്നു പൊങ്കാലിന്. അവൾ കിട്ടൂടല്ലോ. അപ്പോൾ പിന്നെ ഞാൻ ഇങ്ങ് പോകും. അവൾക്ക് വരും. അങ്ങനെ ഈ പ്രാവശ്യം പൊങ്കാലയ്ക്ക് എത്തിയിരിക്കുകയാണ്. എത്രാമത്തെ പൊങ്കാലയാണ്? എല്ലാ വർഷവും പൊങ്കാലിടും. ചെറുതിലെ മുതൽ അങ്ങനെ നോക്കുകയാണെങ്കിൽ എൻ്റെ ഈ പ്രായമായ 10 വയസ്സ് മുന്നേ അമ്മ അവിടെ കൊണ്ടുവരില്ലായിരുന്നു. ആറ്റുകാലും അമ്പലത്തിൽ അവിടെ പോയി തലേദിവസം സ്റ്റേ ചെയ്ത് ഒന്നും ഓർമ്മയില്ല. എനിക്കെല്ലാം ഓർമ്മയുണ്ട്. എല്ലാ വർഷവും പൊങ്കാലിടുകയായിരുന്നു. പക്ഷേ ഈ പ്രാവശ്യം അമ്മ ഉണ്ടായിരുന്നില്ല. ചേച്ചി അവള് പോയി ചമ്മിട്ട് 10 വയസ്സ് മുതലാണ്. അപ്പം അമ്മ ഈ പ്രാവശ്യം ഇല്ല, അതാണ് വിഷമം. പിന്നെ അവൾക്ക് വിടാൻ പറ്റിയില്ല. അവൾ
അമ്മയ്ക്ക് ഇടാൻ പറ്റുന്നതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. എന്തെങ്കിലും ആഗ്രഹമുണ്ടോ ഈ പ്രാവശ്യത്തെ പൊങ്കാല? എന്താണ് ആഗ്രഹം? ആഗ്രഹം പറയാൻ പാടില്ല. ആഗ്രഹം പറഞ്ഞ് നടക്കത്തില്ല. അങ്ങനെയാണ്. സീരിയൽ വിശേഷമൊക്കെ? സീരിയൽ ഇപ്പം ഞാൻ ചെയ്യുന്നില്ല. ഇപ്പം എടുക്കാൻ ചേട്ടാ അതാണ്. സീരിയൽ ഇപ്പം ഒന്നും ചെയ്യുന്നില്ല. ഇപ്പം നിലവിൽ ഇനാഗ്രേഷനും ഈ പ്രോഗ്രാമൊക്കെ ആയിട്ട് ഇങ്ങനെ പോകും. അത് ഒക്കെ ആയിട്ട് ഇങ്ങനെ പോകും. ഒരു ചെറിയൊരു ബ്രേക്ക് എടുക്കാമെന്ന് വിചാരിച്ചു. നല്ല വർക്ക് വരികയാണെങ്കിൽ എടുക്കും. അതാ പറഞ്ഞത്, നല്ലതാണെങ്കിൽ എടുക്കും. വെയിറ്റ് ചെയ്യാം. അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാണ്. അപ്പൊ ആ ഒരു ആഗ്രഹം ഉണ്ടോ? അതുകൊണ്ടാണോ വന്ന് പൊങ്കാല? അങ്ങനെ അതൊന്നുമല്ല. അങ്ങനെയല്ല, ഫാമിലി നല്ലത് അതിന് വേണ്ടിയിട്ട്, നല്ലതിന് വേണ്ടിയിട്ട്. എല്ലാവരും സന്തോഷമാണ്. അവര് മാത്രമല്ല, എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവരും. അശ്വതി എന്ന് പറഞ്ഞാൽ ഇവളുടെ അമ്മ കേട്ടോ. അശ്വതി ഭയങ്കര സന്തോഷം. ഇവർക്കൊക്കെ ഭയങ്കര, ഇവര് ശ്രീവിശ്വാസിനിയിൽ അഭിനയിക്കുന്ന മോളാ, പിങ്കി എന്നുള്ള ക്യാരക്ടർ. ഇവളുടെ പേരും പിങ്കിയാണ്, പാർക്കുട്ടി. അപ്പോൾ ഇവർക്ക് ഭയങ്കര സന്തോഷമായിരുന്നു അല്ലേ? എന്താ പറയാനുള്ളത്? ഞാൻ എന്ത് പറയാം, പറഞ്ഞോ. ഒരുപാട് സന്തോഷമുണ്ട്. ആദ്യമായിട്ട് അനുവിൻ്റെ കൂടെ ഒന്ന് പൊങ്കാലിടാൻ പറ്റുന്നത്. എന്താ സന്തോഷം? അവർ ചോദിച്ചത് സ്റ്റേറ്റ് അവാർഡ് കിട്ടില്ല, എന്താണ് സന്തോഷം? അതാണോ? കേട്ടില്ല, സോറി. ഭയങ്കര സന്തോഷമുണ്ട്. ഭയങ്കര സന്തോഷമുണ്ട്. എല്ലാവർക്കും സന്തോഷം. ഇപ്പം തന്നെ ഇന്ന് പൊങ്കാലിട വന്ന എല്ലാ അമ്മമാരും വന്ന് അവരറിഞ്ഞു. അവരൊക്കെ വന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മ വന്നു. ഒരു അമ്മ വന്നിട്ട് എനിക്ക് ഉമ്മതാ എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. പല ജില്ലകളിൽ നിന്നാണ് എല്ലാവരും വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അമ്മയുടെ അടുത്തുള്ള എല്ലാവരും ബസ്സിലും ട്രെയിനിലും സ്കൂട്ടറിലൊക്കെ വന്നു ഇത്രയും ദൂരെയൊക്കെ പൊങ്കാലിടാൻ വേണ്ടി. ഇതെല്ലാം അമ്മയുടെ അടുത്തുള്ളൊരു വിശ്വാസം കൊണ്ടല്ലേ. അപ്പോൾ അവരുടെയൊക്കെ ആഗ്രഹങ്ങൾ നടക്കട്ടെ. അതെ, എൻ്റെ ആഗ്രഹം, എല്ലാവരുടെ ആഗ്രഹങ്ങളും നടക്കട്ടെ. അതെ, ഒരാൾ കോയമ്പത്തൂരിൽ നിന്ന് വന്നിരിക്കുമോ എന്നെ കാണാൻ. ഹായ്, എവിടെ പോയാലും വരുന്നൊരു വ്യക്തിയാണ്. എവിടെ പോയാലും, ഏത് ഇനാഗ്രേഷന് പോയാലും ഈ വ്യക്തി ഏത് ഇനാഗ്രേഷന് പോയാലും അവിടെ വരും. ഞാൻ എൻ്റെ പൊന്നു ചേട്ടാ വരരുത്, നിങ്ങൾ ഇപ്പോഴല്ലേ മെനിഞ്ഞാന്നല്ലേ ഒരു ഇനാഗ്രേഷൻ വെച്ച് കണ്ടത്, പിന്നെ എന്തിനാണ് ഇപ്പോൾ വന്നത്? കുഴപ്പമില്ല, എനിക്കിതാണ് ഇഷ്ടം. അങ്ങനെ പിന്നെ നമ്മുടെ സ്റ്റാർ മാജിക്കിൻ്റെ ഒരു വലിയൊരു ഫാൻ ഗ്രൂപ്പ് തന്നെ പുള്ളി ഇൻസ്റ്റാഗ്രാമിൽ പേജ് തന്നെ ഭയങ്കര രസമായിട്ട് അടിപൊളിയായിട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്ന ആളാണ് പുള്ളി. പക്ഷെ പുള്ളി ആണെന്ന് ആർക്കും അറിയത്തില്ല. എനിക്കറിയാം പുള്ളിയാണ്. ഞാൻ കണ്ടുപിടിച്ചു. ഞാൻ അങ്ങനെയുള്ളവരെ കണ്ടുപിടിക്കും. കാരണം നമ്മൾ ഇത്രയും സപ്പോർട്ട് ചെയ്യുന്ന ഒരാൾ ആരാ നമുക്കറിയാം. ഐശ്വര്യ നമ്മൾ പരിചയപ്പെട്ടല്ലോ. ഞാൻ നിൽക്കുന്നു കിരൺ, എല്ലാവരും അറിയാവുന്നതേ അല്ലേ. സ്ഥിരമായിട്ട് എനിക്ക് ഷൂട്ടിനൊക്കെ പോകുമ്പോൾ ഞാൻ പൊങ്കാലിടൂല. ഞാൻ സ്ഥിരമായിട്ട് പൊങ്കാലിടാം. എല്ലാ വർഷവും പൊങ്കാലിടും. എല്ലാ വർഷവും പൊങ്കാലിടാൻ ശ്രമിക്കുന്നുണ്ട്. അതുപോലെ നടക്കുന്നുണ്ട്. കുറച്ച് ബാക്കിലോട്ട് ഞാൻ നിൽക്കട്ടെ, അല്ലെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും. അതുകൊണ്ടാണല്ലോ എല്ലാ വർഷവും പൊങ്കാലിടാൻ താല്പര്യം കാണിക്കുന്നത്. പൊങ്കാലിട്ട് കഴിഞ്ഞു, നേരിക്കണം. അതിനിപ്പോൾ 1 മണിയാകുമ്പോൾ 1:15 1 മണിയൊക്കെ ആകുമ്പോൾ ഇവിടെ തന്നെ ഉണ്ട്. ഇപ്രാവശ്യം നല്ലതായിരുന്നു. നല്ല തിരക്കുണ്ടായിരുന്നു. പിന്നെ നല്ല വെയിൽ പിന്നെ ആർക്കും ഒരു പ്രശ്നമില്ല പൊങ്കാല ഇടുന്നതുകൊണ്ട്. സ്ഥിരവും എല്ലാ വർഷവും ഇടും. എല്ലാ വർഷവും ഇടുന്നത് ഒരു പോസിറ്റീവ് എനർജി തന്നെയാണ്. അത് മാത്രമല്ല, എല്ലാ അമ്മമാരും എല്ലാവരും പൊങ്കാലിടുന്ന എല്ലാ ഭക്തജനങ്ങളും അവരുടെ ആഗ്രഹങ്ങൾ നടക്കാൻ വേണ്ടിയിട്ടും നടന്നതുകൊണ്ട് വീണ്ടും അവർ ഇടുന്നത് അതിന് വേണ്ടിയിട്ടല്ലേ. അതെ, എല്ലാ വർഷവും പ്രാർത്ഥിച്ചിട്ട് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. എല്ലാ ആഗ്രഹങ്ങളും അമ്മയുടെ പറയാറുണ്ട്. അപ്പോൾ അതിലേതെങ്കിലും ആഗ്രഹങ്ങൾ അമ്മ സാധിച്ചു തരുന്നുണ്ട്. എനിക്ക് അമ്മയെ നല്ല ഇഷ്ടമാണ്. ഭയങ്കര വിശ്വാസവും മാറ്റമല്ല എല്ലാവർക്കും അല്ലേ അമ്മേ? അല്ലേ? മതിയോ?
ഇഷ്ടപരമായി ചിത്രപ്രസാദിയുമായി ആറ്റുകാലം മറ്റൊരുകൊള്ളുന്നു സ്ത്രീകളുടെ ശബരിമലയായ ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിൽ ഈ വർഷത്തെ പൊങ്കാല മഹോത്സവത്തിൽ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ ഭക്തജനങ്ങളെയും ആറ്റുകാൽ ഭഗവതി ക്ഷേത്രം ട്രസ്റ്റിന്റെ ഭക്തിനിർഭരമായ പൊങ്കാല ആശംസകൾ. ആറ്റുകാലമ്മേ അമ്മയ്ക്ക് അനന്തത്തോടി പ്രണാമം. ആറ്റുകാൽ ഭഗവതി ക്ഷേത്രം, ആറ്റുകാൽ ഭഗവതി ക്ഷേത്രം ട്രസ്റ്റ്, ആറ്റുകാലമ്മേ അമ്മയ്ക്ക് അനന്തത്തോടി പ്രണാമം. കാണാം, ഇതാ കൃഷ്ണപ്പരന്ന് വട്ടമിട്ട് വരകളുണ്ട് കാണാം. അമ്മേ ശരണം, അമ്മേ ശരണം, അമ്മേ ശരണം.